ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 2 ആണ്. അതായത് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും തീരെ ടൈം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ ചാലഞ്ചാണിത്. അപ്പം ഹോസ്റ്റലേഴ്സിനായിട്ടാണ് ഞാൻ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡേ 2-ൽ ഈ ഒരു ചലഞ്ചിൻ്റെ ഡേ 2-ൽ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു 1 വീക്കിൽ നമ്മൾ കാര്യമായിട്ട് ഹെയർ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ട്രൈ ചെയ്ത് കൊടുക്കണില്ല. അതിൻ്റെ മെയിൻ റീസണും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുടി അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് നിൽക്കുന്ന കാരണം അല്ലെങ്കിൽ സമയം കിട്ടാത്ത കാരണം മുടിയിൽ ചിലപ്പം പ്രോപ്പറായിട്ട് ഓയിലോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു മുടിയെ പെട്ടെന്ന് നമ്മൾ ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തൊരു ചലഞ്ചിൽ അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുടിക്ക് അത് നല്ല രീതിയിൽ ബാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പതിയെ സാവധാനത്തിൽ വേണം ഈ ഒരു കെയർ, അതായത് നമ്മൾ ഡെയിലി നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത്രയും നാൾ ഒരു കെയറും കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പതിയെ അങ്ങോട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റീസൺ കൊണ്ടിട്ടാണ് ഈ ഒരു 1 വീക്ക് നമ്മൾ നന്നായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 1 വീക്കിൽ എല്ലാ ദിവസവും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു 1 വീക്കിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെയാണ് ഇന്നത്തെ ഡേയിലും ചെയ്യേണ്ടത്. അതായത് നൈറ്റിൽ ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നൈറ്റിൽ ഓയിൽ ചെയ്തിട്ട് കിടക്കുക. ഇനി നൈറ്റ് ഓയിൽ ചെയ്താൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പിറ്റേഴ്സ് രാവിലെ അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപായിട്ട് ഹെയറിലും മുടിയുടെ ആ ഒരു ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും ഓയിൽ വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പം ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും ഞാൻ നിർദ്ദേശിക്കണില്ല. അപ്പം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ ഷാമ്പൂ ഉപയോഗിക്കേണ്ട, വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി ഇന്നത്തെ ഡേയിൽ നമ്മൾ കഴിഞ്ഞ ഡേയിൽ ഞാൻ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൽ ഇൻവേർഷൻ മെത്തേഡ് എന്തായാലും എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ആ ഒരു സംഭവം എന്തായാലും മുടി തല കുനിച്ചിട്ടിട്ട് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ഇപ്പോൾ ഫ്രണ്ടിലേക്കിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും മസ്റ്റായിട്ടും മറക്കാണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തിരിക്കുക. ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് സമയം കിട്ടുന്ന നേരത്ത് കേട്ടോ. അതുപോലെ തന്നെ നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാക്സിമം നൈറ്റ് തന്നെ ഓയിൽ ചെയ്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം രാവിലെയോ നിങ്ങൾ കുളിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുൻപായിട്ട് ചെയ്താലും മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ചലഞ്ചിൻ്റെ ഡേയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു ചലഞ്ചിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും എന്താ ചെയ്യുക വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ട കാര്യം, കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി അങ്ങ് പറഞ്ഞു പോയോണ്ട് ആ വീഡിയോ ഒരു ലെങ്തി വീഡിയോ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത പോയി കേട്ടോ. അപ്പം അത്രയ്ക്കും സ്പേസ് കാര്യങ്ങൾ എൻ്റെ ഫോണിലില്ല. അപ്പം അത്രയും ലെങ്ത്തുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇഷ്യൂ കാരണങ്ങൾ കൊണ്ടിട്ട് ഞാൻ ആ എടുത്ത വീഡിയോ അതുപോലെ തന്നെ ഒരു എഡിറ്റും ചെയ്യാണ്ടാണ് പോസ്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ബാലൻസ് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ബാക്കി പറഞ്ഞതൊന്നും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടിട്ടാണ് ഇന്നും കൂടി ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഡേ 2 നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഓയിലിംഗ് ആണ് കേട്ടോ.
അപ്പം ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് തന്നെ കുറേ ചിലപ്പോൾ ലെങ്ത് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് കണ്ട് ബോറടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മുടി ബാഗിലേക്കും കൂടി ഇട്ടൊന്ന് ചീക്കി കൊടുക്കുകയാണ്. ഇനി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ നൈറ്റാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ആൾക്കാർ പിറ്റേ ദിവസം രാവിലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഓയിൽ ഏതാണോ ആ ഒരു ഹെയർ ഓയിൽ എടുക്കാം. അതിൽ വളരെ കുറച്ച് കാണുന്നില്ല കേട്ടോ. അപ്പം ഒരു ലൈറ്റിൻ്റെ ഇഷ്യൂ വേണ്ടിയിട്ടാണ്. അത് വളരെ കുറച്ച് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതെടുക്കുക, നമ്മുടെ വിരൽത്തുമ്പ് അതിലേക്ക് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ അവസാനം എനിക്ക് ഇന്നത്തെ ഡേ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നും കൂടി ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്നിടവിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒന്നിടവിട്ടായിരിക്കും നമുക്ക് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിങ്ങും അതുപോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡും അതെന്തായാലും മസ്റ്റായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു 1 മന്ത് നിങ്ങൾ ചലഞ്ച് എടുക്കണം. എല്ലാ ആൾക്കാരും എന്തായാലും ചെയ്തിരിക്കണം. ബാക്കിയൊക്കെ നമുക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എൻ്റെ ചലഞ്ച് എടുത്ത ആൾക്കാർക്കും ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ചലഞ്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ചലഞ്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ അവസാനം 90th ഡേയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പെട്ടെന്ന് അത്രയും ഒരു 3 മാസം നന്നായിട്ട് കെയറിങ് കൊടുത്തുകൊണ്ടിരുന്ന മുടീനെ പെട്ടെന്ന് നമ്മളത് നിർത്തി കഴിയുമ്പോഴത്തേക്കും മുടിക്ക് ചിലപ്പോൾ മുടി കൊഴിയാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡാൻഡ്രഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പം പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെയർ പാക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു കെയറിങ് അതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ചലഞ്ച് എടുത്ത ആൾക്കാർക്കൊക്കെ ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്യാം. അപ്പം അതിന് വേറെ ഇഷ്യൂസ് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു കെയറിങ് പിന്നീടും കിട്ടുന്നതാണ്. ഞാൻ കഴിഞ്ഞ ചലഞ്ചിന് ശേഷം വളരെയധികം മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് സമയമില്ലാത്തതാണ് എൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പാതിരാത്രിക്കൊക്കെ ഇരുന്നിട്ടായിരിക്കും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും എഡിറ്റ് ചെയ്ത് ഉറങ്ങുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എൻ്റെ ഹെയറിൻ്റെ കാര്യം പിന്നീട് അങ്ങോട്ട് ആ ഒരു ചലഞ്ചിന് ശേഷം നിർത്തിവെച്ചേക്കായിരുന്നു. അപ്പം ഈ ഒരു ചലഞ്ചിലൂടെ എൻ്റെ മുടിക്കും കൂടി അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും ചലഞ്ചിലേക്ക് ഇറങ്ങിയോണ്ട് തന്നെ വീണ്ടും എൻ്റെ മുടിക്ക് ആ ഒരു കെയറിങ് കിട്ടി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ സ്കാൽപ്പ് നന്നായിട്ട് എല്ലായിടത്തും നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് എങ്ങനെയാണോ എന്താ പറയുക കംഫർട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മുടി മേലെ കെട്ടിവെക്കുന്നവർക്ക് മേലെ കെട്ടിവെക്കാം, അല്ലെങ്കിൽ മുടി പിന്നിയിടുന്നവർക്ക് പിന്നിയിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ മുടി കെട്ടിവെച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നത് ആ ഒരു ഇതിനനുസരിച്ചിട്ട് മുടി കെട്ടിവെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചലഞ്ചിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലി മുടി പിന്നിയിട്ടിട്ട് കിടന്നുറങ്ങുന്നതാണ് കുറച്ചും കൂടി കംഫർട്ട് മാത്രമല്ല കേട്ടോ. എനിക്ക് മുടി പെട്ടെന്ന് ജടയൊന്നും കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളും നമ്മൾ ആ മുടിയുടെ തുമ്പൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കെട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളും ഒന്നും വരാനുള്ള
ചാൻസൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പിന്നെ ഇട്ടിട്ട് കിടന്നുറങ്ങാനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം നാളത്തെ ദിവസം നമുക്ക് വീഡിയോ ഉണ്ടാകത്തില്ല കേട്ടോ, കാരണം ഞാൻ അടുപ്പിച്ചിപ്പോൾ 2 ദിവസം ഇത് തന്നെ കാണിക്കുന്നു. അപ്പം നിങ്ങൾക്കും എല്ലാ ദിവസവും ഞാൻ ഇത് തന്നെ ഇടുമ്പോഴത്തേക്കും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നാളത്തെ ദിവസം ഞാൻ ഇത് കാണിക്കണില്ല. അപ്പം നമ്മൾ നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതേ മെത്തേഡ് തന്നെയാണ്. അതായത് നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഹെയർ സ്കാൽപ്പിൽ മാത്രം, തലയോട്ടിൽ മാത്രം നൈറ്റിൽ ഓയിൽ ചെയ്താൽ മതി കേട്ടോ. പിറ്റേ ദിവസം രാവിലെ കുളിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം മുന്നെയോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ വെച്ചിട്ട് കുളിക്കാം. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കൂടുതൽ ഷാമ്പൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. ഷാമ്പൂ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെന്താ പറയുക, ഇനി നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഓയിൽ ചെയ്യാം, എന്നിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂറൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പഠിത്തമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ പറയുക, ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഹെയർ ഓയിലൊക്കെ വെച്ചിട്ട് പിന്നെ പോയി കുളിച്ചിട്ട് എന്താ പറയുക ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാണ്ട് കുളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഷാമ്പൂ യൂസ് ചെയ്യുകയാണെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പൂവും കാര്യങ്ങളൊക്കെ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ വീഡിയോസിൽ മുന്നേ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ നാച്ചുറൽ ഷാമ്പൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മേടിച്ച് സെറ്റാക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീക്ക് തൊട്ടാണ് നമ്മൾ ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിൽ നമ്മൾ ഹെയർ പാക്കോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അവസാനം നമ്മൾ ഒരു ഡേയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ആ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു വയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത്രയും ഒരു ഗ്യാപ്പ് ഇടുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഇപ്പോൾ വേണ്ടതായിട്ടുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് കഴിക്കാനും ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പം തെറ്റാട്ടോ എല്ലാവർക്കും.